എല്ലാ ഏകാധിപതികളും എങ്ങനെയാണ് ചരിത്രത്തിൽ അവസാനിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതൊക്കെ നോക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. RSS രാജ്യത്തിന്റെ ഭരണം പിടിച്ചു എന്നുള്ളത് കൊണ്ട്, കേന്ദ്രം BJP ഭരിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങളതൊക്കെ അവസാനിപ്പിച്ച് സുല്ല് പറയുന്നു. നിങ്ങൾ വിചാരിച്ചത് എല്ലാ ഏകാധിപതികളും എങ്ങനെ അവസാനിച്ചിട്ടുള്ളത്? ലോകത്തെ കിടുകിട വിറപ്പിച്ച ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ട്. ആയുധത്തിന് വില കുറവുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ, സമ്പത്തിന് വില കുറവുണ്ടായിരുന്നു. ഒരാജ്ഞ കൊടുത്താൽ അത് ചെയ്യാൻ ട്രെയിനിങ് കിട്ടിയ പട്ടാളക്കാര്, ഓഫീസർമാര്, പോലീസുകാര് അയാൾക്ക് ചുറ്റിലുണ്ട്. ആളെങ്ങനെയാണ് ഒടുങ്ങിയതെന്നറിയോ? ഒരു ബങ്കറിൽ ഒളിച്ചിരുന്ന്, ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയം വെടിവെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ബെർലിനിലെ ബങ്കറിൽ ഒളിച്ചിരുന്ന ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്കിൽ ലോകത്ത് കിടുകിടാവിറപ്പിച്ച മുസോളിനിക്ക് ആയുധത്തിന്റെ അധികാരത്തിന്റെ ഗർവ് കൊണ്ട് ജനങ്ങളെ പട്ടികളെ പോലെ കൊന്നൊടുക്കിയിരുന്ന മുസോളിനിക്ക് ബിലാലിന്റെ തെരുവ് വിളക്കുകാലിൽ തലകീഴായി തൂങ്ങിയാടേണ്ടി വന്നു എങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ളയെ അക്ഷരാഭ്യാസമില്ലാത്ത ഗോത്രവർഗക്കാരായ അഫ്ഗാനിസ്ഥാനികൾ കല്ലെറിഞ്ഞുകൊന്ന വിളക്കുകാലിൽ കെട്ടിത്തൂക്കി എങ്കിൽ ഇറാനിലെ ഷാ രാജാവിന് അതിർത്തികൾ വിട്ട് പലായനം ചെയ്യേണ്ടി വന്നുവെങ്കിൽ എല്ലാ ഏകാധിപതികൾക്കും ചരിത്രം കാത്തുവച്ചിരിക്കുന്നത് ഈ മറുപടികളാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. ഞങ്ങൾ പ്രതീക്ഷയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. ഈ പ്രവർത്തനം ഞങ്ങൾ നിർത്തിവെക്കുകയില്ല. ഒരു ജനത ജീവിതം അന്വേഷിച്ചിറങ്ങിയാൽ ആർക്കതിനെ തടയാൻ കഴിയും? ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല കേട്ടോ. ഒരു തടവറകളും അവരടച്ചിടാൻ മതിയാകാതെ വരും. എത്ര കഴുമരങ്ങളുണ്ടെങ്കിലും അവരെ തൂക്കാൻ തികയാതെ വരും. എത്ര ഗണ്ണുകൾ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിലും ആ ജനസാമാന്യത്തെ കൊന്നൊടുക്കാൻ കഴിയാതെ വരും. അവരുടെ രോഷത്തിൽ, അനിവാര്യമായ രോഷത്തിൽ ലോകത്തെ വലിയ ഭരണകൂടങ്ങൾ തകർന്നടിഞ്ഞതുപോലെ ഈ ഭരണകൂടങ്ങൾ ഒഴിയേണ്ടി വരും. നീതി പുനർജനിക്കുന്ന മർദ്ദിതന്റെ സൂര്യൻ ഉദിച്ചിരുന്ന നീതി പുനർജനിക്കുന്ന ഒരു നാൾ ഈ രാജ്യത്ത് ഉദയം ചെയ്യും. വിശക്കുന്ന വയറുകളും ഭയക്കുന്ന കണ്ണുകളുമില്ലാത്ത ഒരു ജനത ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു നില ഈ രാജ്യത്ത്, ഒരു ദിനം ഈ രാജ്യത്ത് ഉദയം ചെയ്യും. അതിനെ തടഞ്ഞു നിർത്താനൊന്നും സംഘപരിവാറിന് സാധ്യല്ല. വിശക്കാത്ത ഭയക്കാത്തൊരു ജനത ഈ രാജ്യത്ത് നിലകൊള്ളും. ജനാധിപത്യമെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത, നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഈ ജനാധിപത്യമുണ്ടല്ലോ, ആ ജനാധിപത്യം എന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു നാളുകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുൻകൈയിൽ ഈ രാജ്യത്ത് വരും. നമ്മൾ സിന്ദാബാദ് വിളിച്ചിട്ടുള്ള, നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള, നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ നേതാവ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് ഈ രാജ്യത്തിന്റെ പതാക ചെങ്കോട്ടയിൽ ഉദയം ചെയ്യുന്ന നാള് വരും. അതിൽ നിന്ന് നമ്മളെ തടയാൻ ഈ രാജ്യത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അത് കോൺഗ്രസ് ആണെങ്കിലും, അധികാരമുള്ളവരാണെങ്കിലും, CPM ആണെങ്കിലും, RSSും BJPയും ബജ്രംഗദളും ഒക്കെയുള്ള സംഘപരിവാറാണെങ്കിലും അവരെയൊക്കെ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് നമ്മൾ പോകും. ആ ഘടനയിലേക്കാണ് രാജ്യത്തിന്റെ പൊളിറ്റിക്സ് പോകുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പക്ഷികൾ പിന്നെ എങ്ങോട്ട് പറക്കും? അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പിന്നെ പക്ഷികൾ എങ്ങോട്ട് പറക്കും? തിരിച്ചു പറക്കുകയാണ്. നമ്മൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് ഇടങ്ങളില്ല. നമ്മൾ തിരിച്ചു നടക്കും. ആ തിരിച്ചു നടക്കുമ്പോ നമ്മളെ ആട്ടി ഓടിപ്പിച്ചവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ തെരുവിലിട്ട് കൊന്നവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീടുകൾ കത്തിച്ചാമ്പലാക്കിയവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മക്കൾ വിദ്യാഭ്യാസം നേടിയതിന്റെ പേരിൽ കൽത്തുറങ്കികൾ അടിച്ചവരെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക്, ഇന്ത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അവരെ വിധേയമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും.
ഇരുട്ടിനെ പേടിച്ച് ലോകത്തൊരിടത്തും ഒരു കാലത്തും ഒരു നക്ഷത്രവും ഉദിക്കാതിരുന്നിട്ടില്ല എന്ന ആ സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.